നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫുട്ബോൾ കളിയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു ദൈവമായിട്ടാണോ അതോ ഒരു ഗുരുവായിട്ടാണോ കരുതുന്നത്? ശ്രീനാരായണ ഒരു ഗുരുവാണ്, ശ്രീനാരായണ ഒരു ദൈവമാണെന്ന്. അപ്പം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലെല്ലാം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും. മുന്നോട്ട് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അറിവല്ലേ വേണ്ടേ? നിങ്ങൾക്കൊരു വഴിയിലേക്ക് ഇറങ്ങി നടക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമാണോ വേണ്ടേ? വഴിയിൽ നോക്കി ഇവിടെ നിങ്ങളെ രക്ഷിക്കുന്നത് വിശ്വാസമാണോ അറിവാണോ? അറിവാണ്. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതിനെയാണ് എല്ലാവരും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഗതി. ഞാൻ ദൈവവിശ്വാസിയല്ല, നിരീശ്വരവാദിയല്ല, ഒന്നിലും വിശ്വസിക്കുന്നില്ല. വിശ്വാസം എന്ന് പറയുന്ന സംഗതി എല്ലാവരും വഴി അങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ പലരും അതിൻ്റെ പോകേണ്ട വഴിയെ പോകുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ സന്യാസിമാർക്ക് യാതൊരു ക്ഷാമമില്ല, അതെ അല്ലേ? ഓരോ ദിവസവും പുതിയ സന്യാസിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KG ജ്യോതിർഘോഷാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഒരു മാധ്യമപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. സാറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പിട്ട് സാർ എഴുതിയൊരു പുസ്തകം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് എനിക്ക് തോന്നിയൊരു സംശയമാണ്, സാറ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണോ? സ്പിരിച്വൽ പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചില ധാരണകളുണ്ട്. സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുക, അതേപോലെ ചില ആചാരങ്ങളോട് ബന്ധപ്പെടുക, വിശ്വാസവുമായി ബന്ധപ്പെടുക, ഇതൊക്കെയാണ് പൊതുവായിട്ട് നിലനിൽക്കുന്ന ഒരു ധാരണ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ സ്പിരിച്വലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റി എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പം ഇപ്പം ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് എൻ്റെ എലിസൺ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ടായിരുന്നു. എലിസൺ അത് എക്കാർട്ട് ടോളി എന്ന് പറയുന്ന വിഖ്യാതനായ ലോകപ്രശസ്തനായ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമാണ്, ദ പവർ ഓഫ് നൗ എന്ന് പറയും. അപ്പോൾ പവർ ഓഫ് നൗ ഞാൻ എൻ്റെ പഴയ പശ്ചാത്തലം, വിദ്യാർത്ഥിയായിരുന്ന പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു വഴിയിലൂടെയാണ് പിന്നെ എൻ്റെ യൗവനത്തിൻ്റെ 20കളുടെ അവസാനം തൊട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പവർ ഓഫ് നൗ അത് വായിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഈ എലിസൺ എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ മറ്റുള്ളവരുടെ ഒരു വ്യക്തി തന്നെയാണല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ വരുന്ന അതേ ചിന്തകളും അതേ വിചാരങ്ങളൊക്കെ എൻ്റെ ഉള്ളിലും വരും. ചില സമയങ്ങളിൽ നമ്മൾ കുടുംബാംഗങ്ങളോട് ചിലപ്പം ദേഷ്യപ്പെട്ടെന്നിരിക്കും. അതേപോലെ അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ നിരീക്ഷണത്തിന് വിധേയനായിക്കൊണ്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, എന്താണ് അതിൻ്റെ അടിയിലുള്ള കാരണം, അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലൂടെ നമ്മളിലേക്ക് നോക്കിക്കൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് ഈ എലിസൺ എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അങ്ങനെയുള്ളൊരു പഠനത്തിൻ്റെ ആ ഒരു തുടർച്ച അത് തന്നെയാണ് നമ്മുടെ എല്ലാവരും പറയുന്നത്. ഇപ്പം ശ്രീനാരായണ ഗുരു അദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന മുമ്പോട്ട് തത്വം എല്ലാം ഒന്ന് തന്നെയാണ്. പല രീതിയിൽ പല സൗന്ദര്യത്തിലൂടെ ഓരോന്നും വ്യക്തമാക്കുന്നത് മാത്രമേ ഉള്ളൂ. സാർ ഒരു ദൈവവിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയല്ല, നിരീശ്വരവാദിയല്ല, ഒന്നിലും വിശ്വസിക്കുന്നില്ല. വിശ്വാസം എന്ന് പറയുന്ന സംഗതി നമുക്ക് വളരെ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളൊരു സാധനം, നമ്മുടെ പ്രവൃത്തിയിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പോട്ട് പോകുന്നതിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനിവിടെ നിങ്ങളുടെ ഈ സ്റ്റുഡിയോയിൽ വരണം എന്നുള്ളതിന് ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പോൾ ആലുവ റൂട്ട് ഇതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അവിടെ എനിക്ക് എത്താൻ കഴിയും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് ബന്ധമൊന്നുമില്ല, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്നും നമുക്കിപ്പം നെറ്റ് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചാൽ തന്നെ ഞാൻ അവിടെ എത്തിപ്പെടുമോ ഇല്ലയോ, സമയത്തിന് എത്തുമോ ഇല്ലയോ, അതല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ വരും. ഇതിനകത്തോട്ട് നമുക്ക് അതിൻ്റെ
സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് വളരെ ക്ലിയർ ആണോ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്നാലും നമ്മൾ നേരെ എത്താൻ പറ്റും എന്നുള്ള ഉറപ്പിലാണ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എങ്ങനെയാണ് ഈ ശ്രീനാരായണ ഗുരുവിലേക്ക് വന്നത്? ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി എന്താണ്? വിശ്വാസം നമുക്ക് എന്തിനോ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് വേണം. അതിനുവേണ്ടി നമ്മളൊരു ഒന്നിൽ വിശ്വസിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. അതെ. അപ്പം നമുക്കൊക്കെ സാമാന്യ ബുദ്ധി ധാരാളം മതി ജീവിക്കാനായിട്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനകത്ത് ഉറപ്പുണ്ട് എന്ന് കരുതുന്നതാണ് വിശ്വാസം. ആണോ അല്ലേ? നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം അത് ഉറപ്പുണ്ട് എന്ന് നമ്മൾ കരുതുന്നതാണ് വിശ്വാസം. അതെ അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ ഒരു സംഗതി ഇന്നടത്ത് ഇരിപ്പുണ്ടെന്ന് നമ്മൾ കരുതുന്നു, അവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ പോയി തപ്പുന്നു, സാധാരണ ചിലപ്പോൾ കിട്ടില്ല എന്നിരിക്കും, അല്ലേ? അതെ. അപ്പോൾ അവിടെ ഉണ്ടെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോയി നോക്കുക, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എനിക്കിപ്പോൾ രാഹുൽ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രാഹുൽ എനിക്ക് വിശ്വാസമല്ല, ആണോ? അല്ല, ബോധമാണ്, എൻ്റെ അറിവാണ്. ഞാൻ അറിയുന്നു എൻ്റെ മുമ്പിൽ രാഹുൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. അപ്പോൾ എൻ്റെ അറിവാണ്. ഞാൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? എൻ്റെ അറിവിനെയാണോ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അതോ എൻ്റെ വിശ്വാസത്തിനാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അറിവിനെയാണ്. അപ്പോൾ ഏത് കാര്യത്തിനകത്തും നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വിശ്വാസം വേണ്ടേ? എന്തിനാണ് വിശ്വാസം വേണ്ടത്? അപ്പം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ല നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും. മുന്നോട്ട് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അറിവല്ലേ വേണ്ടേ? നിങ്ങൾക്കൊരു വഴിയിലേക്ക് ഇറങ്ങി നടക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമാണോ വേണ്ടത്? വഴിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കി നടക്കുകയാണോ വേണ്ടത്? നോക്കി നടക്കും. അതുകൂടാതെ ആ വഴി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നതെന്നൊരു വിശ്വാസം വേണ്ട, നമുക്ക് ഉറപ്പില്ലെങ്കിലും. അറിവാണ് വേണ്ടത്. ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ടത് എത്ര ദൂരമുണ്ട്, ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ള അറിവുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും. വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. ഈ അറിവുള്ള ആളുകളാണോ സ്പിരിച്വലി ഹയർ ലെവലിൽ നിൽക്കുന്നു എന്ന് തോന്നിയിട്ടുള്ളത്? ഹയറും ലോവറും ഒന്നും ഇല്ല ഇതിന്. അറിവുള്ളവർ സുഖമായിട്ട് നടന്നു പോകും വഴിയിൽ. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു ഉദാഹരണമാണ്, നമ്മളൊരു സന്ധ്യ സമയത്ത് നടന്നു പോകുന്ന സമയത്ത് ഒരു കയറ് പോലൊരു സാധനം കിടക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കുകയാണ് പാമ്പാണെന്ന്. പെട്ടെന്ന് നിങ്ങൾ ചാടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോധം കേടുവരാം, അല്ലേ? പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, ഇന്നാളെ ഞാൻ ഇതുപോലെത്തെ ചവിട്ടാൻ പോയത് കയറായിരുന്നു, പാമ്പായിരുന്നില്ല. സാരമില്ല, കയറായിരിക്കും എന്ന് വിചാരിച്ച് ചവിട്ടുന്നു, ചിലപ്പോൾ പാമ്പായിരിക്കും, കടി കിട്ടും. മറിച്ച് കയ്യിൽ ടോർച്ച് ഉണ്ടെങ്കിൽ അടിച്ചു നോക്കുക, അത് പാമ്പാണോ കയറാണോ എന്നുള്ളത്, അല്ലേ? അത് കയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലെടുത്ത് വെച്ച് നടന്നു പോകുന്നു, പാമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ പോകാൻ അനുവദിക്കുന്നു, അതല്ലെങ്കിൽ അതിന് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ നടന്നു പോകുന്നു. ഇവിടെ നിങ്ങളെ രക്ഷിക്കുന്നത് വിശ്വാസമാണോ അറിവാണോ? അറിവാണ്. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതിനെയാണ് എല്ലാവരും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഗതി. നമുക്ക് ബോധ്യം വരണം, നമുക്ക് ഓരോ കാര്യങ്ങളിലും നമുക്ക് അറിവ് നേടി ആ അറിവിനെ പ്രയോഗിക്കണം. ഇപ്പം നമ്മളൊരു ഇരുണ്ട വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെളിച്ചം വേണം. നമുക്ക് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകണമെങ്കിലും ഈ ഒരു അറിവ് വേണം. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഒരു ദൈവമായിട്ടാണോ അതോ ഒരു ഗുരുവായിട്ടാണോ കരുതുന്നത്? ശ്രീനാരായണ ഒരു ഗുരുവാണ്. ശ്രീനാരായണ ഒരു ദൈവമാണെന്ന്, ദൈവം എന്നുള്ള ഒരു സംഗതി തന്നെ എന്താണ്? ശ്രീനാരായണ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് പറഞ്ഞേക്കുന്നത്? ശ്രീനാരായണ ഗുരു ദൈവം എന്ന് പറയുന്നത് അറിവിനെയാണ് പറഞ്ഞത്. അപ്പം ഈ അറിവ്, രാഹുലിൻ്റെ അറിവ് എൻ്റെ കയ്യിലാണോ ഇരിക്കുന്നത്, രാഹുലിൻ്റെ കയ്യിലാണോ ഇരിക്കുന്നത്? എൻ്റെ കയ്യിലാണ്, അല്ലേ? അതെ. അപ്പം നിങ്ങൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അറിവിനെ. അപ്പം നിങ്ങളുടെ അറിവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് അതിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് നിങ്ങൾ അഭയം കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ അറിവിൽ നിങ്ങൾ അഭയം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഭയം ഉണ്ടാവില്ല. ഈ അറിവിൽ അഭയമില്ലാതെ വരും. അതുകൊണ്ടാണ് അതിനെ അഭയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അറിവിൽ നിങ്ങൾക്ക് അഭയമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ലാതെ മുമ്പോട്ട് ജീവിതത്തിലേക്ക് പോകാൻ പറ്റും. ഈ അറിവിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് വഴികളുണ്ടാവും. അതിനിപ്പം ചില വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകാം. ഉദാഹരണത്തിന് രമണ മഹർഷി, അദ്ദേഹത്തിന് വളരെ പെട്ടെന്നാണ് ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ബോധമുണരുന്നത്. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ആദ്യം ഇതൊക്കെ എന്തൊരു വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞു നടന്ന മനുഷ്യനാണ്, അല്ലേ? അതേപോലെ ശ്രീനാരായണ ഗുരു,
ഗംഭീരമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ പഠനങ്ങളും വേദപഠനങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചിട്ടും അദ്ദേഹത്തിന് പഠനം പൂർത്തിയാവുന്നില്ല. അദ്ദേഹം പിന്നെ മരുത്തോമലയിൽ പോയി വർഷങ്ങൾ അവിടെ തപസ് ചെയ്തു. ആ തപസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ അറിവും അല്ലെങ്കിൽ ആ ബോധ ഉദയം ഉണ്ടാവുന്നത്. നമുക്കെല്ലാവർക്കും ബോധമുണ്ട്. ആ ബോധം നമ്മളിൽ ഉദിച്ചു വരണം, അല്ലേ? അത് ഉദിച്ചു വരുന്നവരാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ. ഈ ഉദിച്ചുയരുന്നതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അത് രഹസ്യമാണ്. അത് രഹസ്യത്തിലാണ് ഇരിക്കുന്നത്. അത് ഗൂഢമാണ്. അത് വളരെ അനായാസം പെട്ടെന്ന് കിട്ടുന്നതല്ലത്. ആ രഹസ്യം തേടിയല്ലേ ഈ ആത്മീയ പാതയിലേക്ക് എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാണുന്ന? എല്ലാവരും വഴി അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ പലരും അതിൻ്റെ പോകേണ്ട വഴിയെ പോകുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ സന്യാസിമാർക്ക് യാതൊരു ക്ഷാമമില്ല, അല്ലേ? ഓരോ ദിവസവും പുതിയ സന്യാസിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്യാസിമാരുടെ ആശ്രമങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഇപ്പം ആൾ ദൈവം എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഈ കേന്ദ്രങ്ങൾ വികസിക്കുന്നതല്ലാതെ ആ വികസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൊണ്ടാണ് വികസിക്കുന്നത്, അല്ലേ? അത് വികസിക്കുന്നതല്ലാതെ ആൾക്കാരിൽ മാറ്റമില്ല. ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ പത്രങ്ങളോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളോ ഓൺ ചെയ്ത് നോക്കുക. ഈ കാണുന്ന വാർത്തകൾ എന്താണ്? എല്ലാം വെട്ടും കുത്ത് കൊലപാതകം, അല്ലേ? അതെ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത്രയും വലിയ ഈ ദൈവങ്ങളുടെ ഇത്രയും നിറഞ്ഞ ദൈവങ്ങളുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അത് അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇത് ജീവിതം വളരെ രസകരമായി കൊണ്ടുപോകാനുള്ള സംഗതിയാണ്. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കൊരു ഫുട്ബോൾ കളിയാണ്.